അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ചിക്കൻ കറി. സവോളയും തക്കാളിയും ഒന്നും ചേർക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഈ കറി തയ്യാറാക്കാൻ വേണ്ടി 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്ത ശേഷം ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു കടായി ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്ന് അതിലേക്കൊരു 4-5 ഏലക്കായ, പിന്നെ ഒരു 4-5 ഗ്രാമ്പൂ, പിന്നെ ഒരു കഷ്ണം കറുവപ്പട്ട. ഇനി ഇത് നന്നായിട്ട് ചൂടായി ഒന്ന് പൊട്ടിത്തുടങ്ങിയതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് അതിൻ്റെ ഒരു മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ഇനി ജീരകം പൊടിച്ചത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ നേരത്തെ ഓയിലിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ചേർത്ത സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്താലും മതി. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഈ മസാലപ്പൊടികളെല്ലാം ഈ ഓയിലിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയിലിട്ട് ഒരു 5-6 മിനിറ്റ് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് കോട്ടായി വരണം. ഇപ്പോൾ മസാലയൊക്കെ ചിക്കനിലേക്കൊന്ന് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഈ ചിക്കനൊക്കെ ഒരു പകുതി വേവാകുന്നവരെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ നമുക്കിതുപോലെ മൂടി വെച്ചിട്ട് ഈ ചിക്കനൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതിപ്പോൾ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ചിക്കനൊക്കെ ഒരു പകുതി വേവോളായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തൈര് ഒരു സ്പൂണോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലുള്ള കട്ടകളൊക്കെ ഉടച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ തൈര് നമ്മൾ നന്നായിട്ട് ഇളക്കി കട്ടകളൊക്കെ ഉടച്ചിട്ട് നല്ല ക്രീം പോലെ ആക്കി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തൈരെല്ലാം ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തൈരെല്ലാം ഇതിൽ നന്നായിട്ട് മിക്സായി ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു 15-20 മിനിറ്റോട് ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഒരു 20 മിനിറ്റും കൂടെ ഞാൻ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി കസൂരി മേത്തി ഇല്ലെങ്കിൽ മല്ലിയില ചേർത്താലും മതി. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. കുറച്ച് സമയം നമുക്കിതുപോലെ അങ്ങ് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്ക് ഈ ഗരം മസാലയുടെയും കസൂരി മേത്തിയുടെയൊക്കെ ഒരു ടേസ്റ്റും മണമൊക്കെ ഈ കറിയിലേക്ക് നന്നായിട്ട് അങ്ങ് പിടിച്ചോളും. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.